മലയാള സിനിമയിൽ ഗാനരംഗങ്ങളുടെ പ്രസക്തി അരക്കിട്ടുറപ്പിച്ച സംവിധായകനായിരുന്നു എം കൃഷ്ണൻ നായർ. നിരവധി സംഗീത പ്രധാനമായ ചിത്രങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കി. കുട്ടിക്കുപ്പായം, കാവ്യമേള തുടങ്ങിയവ ഉദാഹരണങ്ങൾ. 1955 പുറത്തിറങ്ങിയ CID-യിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സ്വതന്ത്ര സംവിധായകൻ്റെ കുപ്പായം അണിയുന്നത്. തുടർന്ന് 100ഓളം ചിത്രങ്ങൾ അദ്ദേഹം അണിയിച്ചൊരുക്കി. 1987 പുറത്തിറങ്ങിയ കാലം മാറി കഥ മാറി എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. 2001 കൃഷ്ണൻ നായർ സാർ ഓർമ്മയായി. 1967 പുറത്തിറങ്ങിയ കലക്ടർ മാലതി എന്ന ചിത്രത്തിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തത് വയലാർ ബാബുരാജ് ടീമായിരുന്നു. ഇതിൽ ദാസേട്ടൻ പാടിയ മനോഹരമായ ഈ പ്രേമഗാനം ഒന്ന് ശ്രദ്ധിക്കൂ. നീലക്കൂവള പൂവുകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ മന്മഥൻ കുലയ്ക്കും വില്ലുകളോ മനസ്സിൽ പടരും വല്ലികളോ കൊനുചില്ലികളോ നീലക്കൂവള പൂവുകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ. കരിവണ്ടുകളോ കുറുനിരയോ കവിളിൽ പൂത്തത് ചെന്താമരയോ കരിവണ്ടുകളോ കുറുനിരയോ കവിളിൽ പൂത്തത് ചെന്താമരയോ മധുര സ്വപ്നമാം മലർക്കിളി നീന്തും മധുര സ്വപ്നമാം മലർക്കിളി നീന്തും മദന പൊയ്കയോ നുണക്കുഴിയോ ഇത് മദന പൊയ്കയോ നുണക്കുഴിയോ നീലക്കൂവള പൂവുകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ. പകുതി തുറന്ന നിൻ പവിഴച്ചിപ്പിയിൽ പ്രണയപരാഗമോ പുഞ്ചിരിയോ പകുതി തുറന്ന നിൻ പവിഴച്ചിപ്പിയിൽ പ്രണയപരാഗമോ പുഞ്ചിരിയോ അധരത്തളിരോ ആതിരക്കുളിരോ അമൃതോ മുത്തോ പൂന്തേനോ അധരത്തളിരോ ആതിരക്കുളിരോ അമൃതോ മുത്തോ പൂന്തേനോ ഇതിൽ അമൃതോ മുത്തോ പൂന്തേനോ നീലക്കോവള പൂവുകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ മന്മഥൻ കുലയ്ക്കും വില്ലുകളോ മനസ്സിൽ പടരും വല്ലികളോ കൊനുചില്ലികളോ. മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് പ്രദർശനത്തിനെത്തിയ ഒരു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് കേട്ട് ചലച്ചിത്ര ലോകം ഞെട്ടിപ്പോയി. 15 കോടി രൂപ. എന്നാൽ 52 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ ചലച്ചിത്രത്തിന് ഈ 15 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. ഹിന്ദിയിലെ മുഗളെ ആസം ആയിരുന്നു ആ ചിത്രം. എന്നാൽ ഇന്ന് ഹിന്ദി സിനിമാ രംഗത്ത് 15 കോടി രൂപ ഒരു വലിയ സംഖ്യയേ അല്ല. ബോളിവുഡിലെ ഏതെങ്കിലും 2 സൂപ്പർ താരങ്ങൾ അഭിനയിച്ചാൽ തന്നെ ആ 15 കോടി രൂപ ഉടനെ അങ്ങ് മാറിക്കിട്ടും. എന്നാൽ അന്ന് ഹിന്ദി സിനിമാ രംഗത്തിന് തന്നെ അതൊരു അത്ഭുതമായിരുന്നു. അന്ന് ഒരു ഹിന്ദി ചിത്രത്തിൻ്റെ ശരാശരി നിർമ്മാണ ചെലവ് 10 ലക്ഷം രൂപയോളമായിരുന്നു. മുഗൾ രാജ കുടുംബ ചരിത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത കഥയുടെ ഏടിന് ചലച്ചിത്ര രൂപം ഒരുക്കിയത് കെ ആസിഫ് ആയിരുന്നു. ഷക്കീൽ ബദായുനി, നൗഷാദ്, ലതാ ടീമിൻ്റെ മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. എന്നാൽ പല വിഭാഗങ്ങൾക്കും ഈ ചിത്രത്തിന് നിറയെ അവാർഡുകൾ ലഭിച്ചെങ്കിലും സംഗീത വിഭാഗത്തിന് ഒരു അവാർഡും ലഭിക്കുകയുണ്ടായില്ല.
ഇതാ മുഗളെ ആസമിലെ ഒരു ലതാ ക്ലാസിക്. मोहब्बत की झूठी कहानी पे रोए, कहानी पे रोए, मोहब्बत की झूठी कहानी पे रोए, बड़ी चोट खाई जवानी पे रोए, जवानी पे रोए, मोहब्बत की झूठी कहानी पे रोए. न सोचा न समझा, न देखा न भाला, तेरी आरज़ू ने हमें मार डाला. तेरे प्यार की मेहरबानी पे रोए, रोए, मोहब्बत की झूठी कहानी पे रोए, बड़ी चोट खाई जवानी पे रोए, जवानी पे रोए. खबर क्या थी होठों को सीना पड़ेगा, मोहब्बत छुपा कर भी जीना पड़ेगा. दिए तो मगर जिंदगानी पे रोए, रोए, मोहब्बत की झूठी कहानी